ഇന്ത്യൻ റെയിൽവേയിലേക്ക് മിനിമം +2 യോഗ്യത മുതലുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മുൻപൊരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓൾറെഡി കഴിഞ്ഞതാണെങ്കിലും വീണ്ടും അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. മേ ബി അതിൽ അപേക്ഷകർ കുറവായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ അപേക്ഷകൾ നീട്ടുന്നത്. വ്യക്തമായിട്ടറിയില്ല, അതാണ് വലിയൊരു സാധ്യതയും ഉള്ളത്. അതുകൂടാതെ ഈ ഒരു പോസ്റ്റ് മിനിമം +2 യോഗ്യതയുള്ള പോസ്റ്റുകൾ റയറാണ്, ചിലതുണ്ട്, ബാക്കിയെല്ലാം BEd ഡിഗ്രി, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഡിഗ്രി ഡിപ്ലോമയാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത്. അതുകൊണ്ട് അപേക്ഷകർ ആകാനുള്ള സാധ്യത എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നത്. എന്തായാലും നിങ്ങളിതിനെ അപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട നിലവിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് മാത്രമേ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. കാരണം ഇതിന് മുൻപ് ചെയ്ത വീഡിയോയിൽ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കവർ ചെയ്തതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് അത് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാവുന്നതായിരിക്കും. ഇതുകൂടാതെ നിങ്ങൾ ഒരു വർഷം ഒരുപാടധികം നോട്ടിഫിക്കേഷനാണ് റെയിൽവേ ഇനി വിളിക്കാൻ പോകുന്നത്. നമ്മുടെ SSC അതുപോലെ PSC പോലെ തന്നെ എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ ഉണ്ടാകുന്ന റെയിൽവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻസിനൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാനായിട്ട് നമ്മുടെ സൈലത്തിൽ ഇതിന് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസും ഗൈഡ് ലൈൻസും കോഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സൈലത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് മുൻപൊരു നോട്ടിഫിക്കേഷൻ സീരിയൽ നമ്പർ 07/2024 വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു സീരിയൽ നമ്പറിൽ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാരിയസ് പോസ്റ്റ് ഓഫ് മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഡേറ്റ് റെയിൽവേ നീട്ടി ഒരുപാട് നാളായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് ഇതിന് മതിയായിട്ടുള്ള അപേക്ഷകർ ഇനിയും വന്നിട്ടുണ്ടാവത്തില്ല. സൈറ്റിൻ്റെ പ്രശ്നമൊന്നും ആരും തന്നെ ഇതിന് പറയുന്നതും കേട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യോഗ്യത ഇതിൽ പറയുന്നത് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ ശ്രമിക്കുക. കാരണം ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബിക്കോസ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് BEd ഡിഗ്രിയും പല ഡിഗ്രികളൊക്കെ ആണെങ്കിലും ചില പോസ്റ്റുകൾ ലാബ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 അതുപോലെ തന്നെ ലാബ് അസിസ്റ്റൻറ്റ് പോസ്റ്റുകൾക്കെല്ലാം ഇതിൽ +2 മാത്രമാണ് ചോദിക്കുന്നത്. +2ൽ സയൻസ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിൻ്റെ വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തതാണ്, അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടാൽ മതിയാകും. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു പോസ്റ്റ് പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ലൈബ്രറിയൻ കൂടി ഇവിടെ പറയുന്നുണ്ട്. ലൈബ്രറിയൻ പോസ്റ്റിന് 4 വർഷത്തെ ലൈബ്രറി ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് പറയുന്നത് ലൈബ്രറി സയൻസിലുള്ളത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് വിത്ത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് ഡിപ്ലോമ ഇൻ ലൈബ്രറിയൻഷിപ്പിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 21/2/2025 വരെ മാറ്റിയത് വീണ്ടും മാറ്റിയിട്ട് 28/2/2025 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ അപേക്ഷ കഴിഞ്ഞാലും ഫീസ് അടക്കാനുള്ള ഡേറ്റ് ആയിട്ട് പറയുന്ന സമയം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 1/3/2025 മുതൽ 2/3/2025 വരെ അടക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ മോഡിഫിക്കേഷൻ ഡേറ്റ്, അതായത് വിൻഡോ ഫോർ മോഡിഫിക്കേഷൻ. എന്തെങ്കിലും തെറ്റുകൾ മോഡിഫൈ ചെയ്യാനായിട്ട് തെറ്റുകൾ വന്നിട്ട് അത് തിരുത്താനായിട്ടുള്ള സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3/3/2025 മുതൽ 12/3/2025 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാം മൊത്തത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് മറക്കേണ്ട. പിന്നെ ഇവിടെ മറ്റൊരു കാര്യം പ്രത്യേകം പറഞ്ഞത് കാണാൻ സാധിക്കുന്നതാണ്, ഇതിന് ഫീസ് അടയ്ക്കേണ്ട. ആദ്യം നിങ്ങൾ ഈ മോഡിഫൈ ചെയ്യുന്ന ഈ ഒരു ഡേറ്റില്ലേ 3/3/2025 മുതൽ 12/3/2025 വരെ, അതിന് ഫീസ് ഇല്ല എന്ന് ഇവിടെ പറയുന്നുണ്ട്. അടുത്തത് വീണ്ടും ഒരു ഡേറ്റും കൂടി തരുന്നുണ്ട്, 13/3/2025 മുതൽ 22/3/2025 വരെ. അപ്പോൾ നിങ്ങൾ ഫീസ് അടക്കേണ്ടതായിട്ട് വരും. മോഡിഫൈ ചെയ്യാൻ എന്തെങ്കിലും തെറ്റുകൾ തിരുത്തണം എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഫീസ് അടച്ചത് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഈ ഒരു ഐസൊലേറ്റഡ് കാറ്റഗറിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 28/2/2025 വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട. റെയിൽവേയുടെ അതുപോലെ തന്നെ ആർമി, നേവി, എയർഫോഴ്സ്, അതുപോലെ മറ്റുള്ള ഡിഫൻസ് ജോലികൾ, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ജോലി സാധ്യതകളും, യൂണിഫോം ജോബുകൾ, അതിപ്പോൾ കേരള PSCയിലാണെങ്കിൽ പോലും എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ലൈഫ് ട്രാക്ക് മലയാളത്തിലൂടെ എത്തിക്കാറുണ്ട്. അത് കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്താൽ മാത്രം പോരാ, കൃത്യമായി ഫോളോ ചെയ്യുക. നല്ലൊരു ജോലിയിൽ എത്തിച്ചേരുക.